ഡോക്ട്രിൻ ഓഫ് പ്ലഷർ. കോൺസ്റ്റിറ്റ്യൂഷൻ ലോയിലും അഡ്മിനിസ്ട്രേറ്റീവ് ലോയിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ ഡോക്ട്രിൻ ഓഫ് പ്ലഷർ. ഇംഗ്ലണ്ടിൽ രാജകുമാരനായാലും രാജാവായാലും രാജ്ഞിയായാലും അവർ അപ്പോയിന്റ് ചെയ്യുന്ന ഏതൊരു വ്യക്തിയും അവർക്ക് ഇഷ്ടമുള്ള ദിവസം ഇഷ്ടമുള്ള സമയത്ത് ഒരു കാരണവും പറയാതെ പിരിച്ചുവിടാനുള്ള ഒരു അധികാരം അവർക്കുണ്ട്. ഇതാണ് ആ ഡോക്ട്രിൻ ഓഫ് പ്ലഷർ എന്ന് പറയുക. അപ്പോൾ പ്ലഷർ ഓഫ് ദ ക്രൗൺ അനുസരിച്ച് അവർക്ക് ഒരു കാരണവും പറയാതെ എപ്പോൾ വേണം പിരിച്ചുവിടാം. ഈ ഒരു പ്രിൻസിപ്പിൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലും അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ആർട്ടിക്കിൾ 310 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇതേ ഡോക്ട്രിൻ ഓഫ് പ്ലഷർ ഉൾപ്പെടുത്തി യൂണിയൻ ഗവൺമെൻറ് കീഴിൽ ജോലി ചെയ്യുന്ന സിവിൽ പോസ്റ്റിലുള്ള ഓൾ ഇന്ത്യ സർവീസ് ജോലി ചെയ്യുന്ന ഏതെങ്കിലും വ്യക്തിയോ എപ്പോൾ വേണമെങ്കിലും പ്രസിഡന്റിന് പിരിച്ചുവിടാൻ സാധിക്കും. ഒരു കാരണവും പറയാതെ പ്രസിഡന്റിനെ എപ്പോൾ വേണം പിരിച്ചുവിടാം. അതേപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ് കീഴിൽ ജോലി ചെയ്യുന്ന സിവിൽ പോസ്റ്റിന് കീഴിൽ ജോലി ചെയ്യുന്ന ഏതൊരു എംപ്ലോയിയെയും ഗവർണറിന് തൻ്റെ പ്ലഷർ അനുസരിച്ച് ഒരു റീസണും പറയാതെ പിരിച്ചുവിടാം. ഇതാണ് ഡോക്ട്രിൻ ഓഫ് പ്ലഷർ ഇന്ത്യയിൽ പറയുന്നത് ആർട്ടിക്കിൾ 310. എന്നാൽ ഈ ഡോക്ട്രിൻ ഓഫ് പ്ലഷറിൽ ഉൾപ്പെടാത്ത ചില ജോലികളുണ്ട്. ഉദാഹരണത്തിന് സുപ്രീം കോടതി ജഡ്ജിമാർ, ഹൈക്കോടതി ജഡ്ജിമാർ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ഓഫ് പബ്ലിക് സർവീസ് കമ്മീഷണേഴ്സ്, ഇവരൊന്നും ഈ ഡോക്ട്രിൻ ഓഫ് പ്ലഷറിൻ്റെ കീഴിൽ വരില്ല. ഇവരൊന്നും പ്രസിഡന്റിനോ ഗവർണറോ എന്ത് ഇഷ്ടപ്രകാരം വേണോ പിരിച്ചുവിടാൻ സാധിക്കില്ല. അവർ ഇൻഡിപെൻഡന്റ് ഓഫീസേഴ്സാണ്. അപ്പോൾ ഡോക്ട്രിൻ ഓഫ് പ്ലഷറിൻ്റെ കീഴിൽ വരാത്ത ഉത്തരവാദിത്തങ്ങളാണ് ഇപ്പോൾ പറഞ്ഞ ജോലികൾ. ഇനി ആർട്ടിക്കിൾ 311 വരുമ്പോഴോ ചില ലിമിറ്റേഷൻസ് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 310 ഡോക്ട്രിൻ ഓഫ് പ്ലഷർ ഉണ്ട്. എന്നാൽ ആർട്ടിക്കിൾ 311 ഇതിൻ്റെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഡോക്ട്രിൻ ഓഫ് പ്ലഷർ ഉപയോഗിച്ച് പിരിച്ചു വിടുന്നതിന് മുമ്പ് പാലിക്കേണ്ട ചില കാര്യങ്ങൾ. ഉദാഹരണത്തിന് ആർട്ടിക്കിൾ 311 ക്ലോസ് 1 അവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോലി ഏൽപ്പിച്ച അല്ലെങ്കിൽ അപ്പോയിന്റ് ചെയ്ത അതോറിറ്റീസ് കാണും. ഒരു എംപ്ലോയിനെ അപ്പോയിന്റ് ചെയ്ത ഒരു അതോറിറ്റി, ആ അതോറിറ്റിയുടെ കീഴിലുള്ള ഒരു അതോറിറ്റീസിനും ഈ പറഞ്ഞ എംപ്ലോയിനെ പിരിച്ചുവിടാൻ സാധിക്കില്ല. അപ്പോൾ അപ്പോയിന്റ് ചെയ്ത അതോറിറ്റീസിന് കീഴിൽ വരുന്ന വേറെ അതോറിറ്റീസിന് പിരിച്ചുവിടാൻ സാധിക്കില്ല. ആർട്ടിക്കിൾ 311 ക്ലോസ് 1. ആർട്ടിക്കിൾ 311 ക്ലോസ് 2 പറയുന്നത് ഇതേപോലെ യൂണിയൻ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കീഴിൽ സിവിൽ പോസ്റ്റിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിനെ പിരിച്ചുവിടാൻ തോന്നുകയാണെങ്കിൽ ഒരു എൻക്വയറി നടത്തുകയും ഒരു റീസണബിൾ ഓപ്പർച്യൂണിറ്റി നൽകിയിട്ട് മാത്രമേ ഇവരെ പിരിച്ചുവിടാൻ സാധിക്കൂ. ചുമ്മാ അങ്ങ് പിരിച്ചുവിടാൻ പറ്റില്ല. ഒരു എൻക്വയറി നടത്തുകയും റീസണബിൾ ഓപ്പർച്യൂണിറ്റി ഈ എംപ്ലോയിക്ക് കൊടുക്കുകയും വേണം. ഇതാണ് ആർട്ടിക്കിൾ 311 ക്ലോസ് 2 പറയുന്നത്. അപ്പോൾ ഈ ആർട്ടിക്കിൾ 311 ഈ ലിമിറ്റേഷൻസ്, ഡോക്ട്രിൻ ഓഫ് പ്ലഷറിൻ്റെ ലിമിറ്റേഷൻ. കേംചന്ദ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ള കേസിൽ സുപ്രീം കോടതി ഈ റീസണബിൾ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ എന്തൊക്കെ പാലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 3 കണ്ടീഷൻസാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ കണ്ടീഷൻ, ഈ പിരിച്ചുവിടുന്ന എംപ്ലോയിക്ക് തൻ്റെ ഗിൽട്ട് ഡിനേ ചെയ്യാനും അല്ലെങ്കിൽ തൻ്റെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യാനുമുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തിരിക്കണം. രണ്ടാമത്തത്, തനിക്കെതിരെ വന്നിരിക്കുന്ന വിറ്റ്നസസിനെ ക്രോസ് എക്സാമിൻ ചെയ്യാനും ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു അധികാരം, ഒരു ഓപ്പർച്യൂണിറ്റി ഈ എംപ്ലോയിക്ക് കൊടുത്തിരിക്കണം. മൂന്നാമത്തത്, തനിക്കെതിരെ വരുന്ന പണിഷ്മെൻറ്റ് എനിക്ക് പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് ഉചിതമല്ല എന്ന് സ്വയം റെപ്രസെൻ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഈ എംപ്ലോയിക്ക് കൊടുത്തിരിക്കണം. ഇങ്ങനെ 3 കണ്ടീഷൻസാണ് സുപ്രീം കോടതി ഈ പറയുന്ന റീസണബിൾ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ പാലിക്കേണ്ടത് എന്ന് പറയുന്നത്. എന്നാൽ 1977 1977 42nd അമെൻമെൻറ്റ് വഴി, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അമെൻമെൻറ്റ് വഴി പാർലമെൻറ്റ് ഈ റീസണബിൾ ഓപ്പർച്യൂണിറ്റിയിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കി. ഉദാഹരണത്തിന് ഈ റെപ്രസെൻ്റ് ചെയ്യുക ഈ ഓപ്പർച്യൂണിറ്റി റെപ്രസെൻ്റ് എന്ന് പറയുന്നത് മാറ്റുകയും യഥാർത്ഥ ഒരു എൻക്വയറി നടത്തിയിട്ടുണ്ടെങ്കിൽ ആ എംപ്ലോയിനെ സ്വയം റെപ്രസെൻ്റ് ചെയ്യാനുള്ള അവകാശം ഇല്ലാതാവും എന്ന് അമെൻഡ് ചെയ്തു. എന്നാൽ വീണ്ടും സുപ്രീം കോടതി പറഞ്ഞു, ആ അമെൻമെൻ്റ് ഉണ്ടെങ്കിൽ പോലും ഈ റീസണബിൾ ഓപ്പർച്യൂണിറ്റി കൊടുക്കാതെ അല്ലെങ്കിൽ സ്വന്തം കാര്യം ഡിഫെൻഡ് ചെയ്യാനോ തനിക്കെതിരെ വരുന്ന വിറ്റ്നസിനെ ക്രോസ് എക്സാമിൻ ചെയ്യാനോ ഇതൊന്നും സാധിക്കാതെ ഒരു എംപ്ലോയിനെ യൂണിയൻ ഗവൺമെൻറ് കീഴിലോ സ്റ്റേറ്റ് ഗവൺമെൻറ് കീഴിലോ സിവിൽ പോസ്റ്റിൽ കീഴിൽ വരുന്ന ഒരു എംപ്ലോയിനെ പിരിച്ചുവിടാൻ സാധിക്കില്ല. ആ റീസണബിൾ ഓപ്പർച്യൂണിറ്റി കൊടുത്തിരിക്കണം എന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഇതിനോടൊപ്പം ചേർത്ത് വയ്ക്കുന്ന ഒരു കാര്യമാണ് കമ്പൾസറി റിട്ടയർമെൻറ്റ്. കമ്പൾസറി റിട്ടയർമെൻറ്റ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിന് തങ്ങളുടെ കീഴിൽ വരുന്ന ഒത്തിരിയേറെ ജോലികളിൽ കാലങ്ങൾ മാറും തോറും ഏതെങ്കിലും ഒരു പോസ്റ്റ് ബാധ്യതയാണ്, അത് സൊസൈറ്റിക്ക് ബെനിഫിറ്റ് അല്ല എന്ന് തോന്നുകയാണെങ്കിൽ
എപ്പോൾ വേണോ ആ ഒരു പോസ്റ്റ് തന്നെ വേണ്ട എന്ന് വെക്കാം. അങ്ങനെ വേണ്ട എന്ന് വെക്കുന്നതിനാണ് ചോപ്പ് ഓഫ് ദ ഡെഡ് വുഡ് എന്ന് പറയുക. അതായത് ജീവനില്ലാത്ത തടിക്കഷ്ണത്തിനെ വെട്ടിമാറ്റുക, ഇതാണ്. അപ്പോൾ ആ പോസ്റ്റ് തന്നെ ആവശ്യമില്ല, ഇപ്പോഴത്തെ സൊസൈറ്റിക്ക് ഈ ഒരു പോസ്റ്റ് ആവശ്യമില്ല, ആ സൊസൈറ്റിക്ക് തന്നെ ബെനിഫിറ്റ് ഉണ്ടാക്കുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഗവൺമെൻറ് ആ പോസ്റ്റ് എപ്പോൾ വേണം ഇല്ലാതാക്കാം. അങ്ങനെ തീരുമാനിക്കുകയാണെങ്കിൽ ആ പോസ്റ്റിന് കീഴിൽ ജോലി ചെയ്യുന്നവരെല്ലാവരെയും കമ്പൾസറി ആയിട്ട് റിട്ടയർമെൻറ്റ് കൊടുക്കേണ്ടി വരും. അങ്ങനെ കമ്പൾസറി റിട്ടയർമെൻറ്റ് പ്രകാരമാണ് ഒരു എംപ്ലോയി ജോലിയിൽ നിന്ന് പോകുന്നതെങ്കിൽ ആർട്ടിക്കിൾ 311 പറയുന്ന പ്രൊട്ടക്ഷൻ ഇവർക്ക് ലഭിക്കില്ല. കാരണം അവരുടെ കുറ്റം കാരണമല്ല അവർ ജോലിയിൽ നിന്ന് മാറുന്നത്, ആ ജോലിയുടെ പോസ്റ്റ് തന്നെ ഇല്ലാതാവുന്നതുകൊണ്ടാണ്. അപ്പോൾ സ്വയമായിട്ട് റീസൺ വേണമെന്നോ അല്ലെങ്കിൽ എനിക്ക് ഡിഫെൻഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി വേണമെന്നോ ഒന്നും ഈ എംപ്ലോയിക്ക് പറയാൻ സാധിക്കില്ല. കാരണം കമ്പൾസറി റിട്ടയർമെൻ്റ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത് വേഴ്സസ് മേധ്ഭായ് എം പട്ടേൽ എന്നുള്ള കേസിൽ സുപ്രീം കോടതി കുറച്ച് തീരുമാനങ്ങൾ ഇതിൽ വരുത്തി. ഈ ഒരു കേസിലുള്ള പശ്ചാത്തലം, ഗുജറാത്തിലെ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒരു ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് നടത്തി. ആ ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് അനുസരിച്ച് അദ്ദേഹത്തിനെതിരായിട്ട് കുറച്ച് മിസ്യൂസ് ആരോപണങ്ങളൊക്കെ ഉണ്ടായി. അദ്ദേഹത്തിനെതിരെ ഈ ആരോപണങ്ങൾ കാരണം അദ്ദേഹത്തിന് ആദ്യം സസ്പെൻഡ് ചെയ്തു, പിന്നെ എൻക്വയറി ഇനിഷ്യേറ്റ് ചെയ്തു. ഒടുവിൽ അദ്ദേഹത്തിന് കമ്പൾസറി റിട്ടയർമെൻറ്റ് എന്ന പണിഷ്മെൻറ്റ് നൽകി അദ്ദേഹത്തിന് പിരിച്ചുവിട്ടു. ഈ കമ്പൾസറി റിട്ടയർമെൻറ്റ് എന്ന പണിഷ്മെൻറ്റ് അദ്ദേഹത്തിന് ലഭിച്ചപ്പോൾ അദ്ദേഹം ഈ ഒരു പണിഷ്മെൻറ്റിനെതിരായിട്ട് സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്തു. അപ്പോൾ ഈ കേസ് പഠിച്ചിട്ട് സുപ്രീം കോടതി പറഞ്ഞു, ഈ കേസിൽ കുറച്ച് കാര്യങ്ങൾ ഗവൺമെൻറ് മിസ്യൂസ് ചെയ്തിരിക്കുകയാണ്. കമ്പൾസറി റിട്ടയർമെൻറ്റ് എന്ന പ്രയോഗം തന്നെ മിസ്യൂസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം ഒന്ന്, അദ്ദേഹത്തിനെതിരെ മിസ്യൂസ് എന്ന ഈ എംപ്ലോയിക്കെതിരെ മിസ്യൂസ് എന്ന ആരോപണം വന്നപ്പോൾ ആദ്യമേ അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യുകയാണ്. പിന്നെ ഒരു എൻക്വയറി ഇനിഷ്യേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ എൻക്വയറി പ്രകാരം ഇദ്ദേഹത്തിനെതിരായിട്ട് ഒരു അഡ്വേഴ്സ് എൻട്രീസോ ഇതിനായിട്ടുള്ള ആരോപണങ്ങളൊന്നും എൻക്വയറി കമ്മിറ്റി പറഞ്ഞിട്ടില്ല. പിന്നീട് ഈ എൻക്വയറി കമ്മിറ്റി തന്നെ കമ്പൾസറി റിട്ടയർമെൻറ്റ് വേണമെന്നോ വേണ്ടെന്നോ ഒരു തീരുമാനവും പറഞ്ഞിട്ടില്ല. എൻക്വയറി കംപ്ലീറ്റ് ചെയ്യാനുള്ള ഇനഫ് ടൈമും ഉണ്ടായിരുന്നു. ഇതെല്ലാം ഉണ്ടായിട്ടും ഇതൊന്നും പാലിക്കാതെയാണ് കമ്പൾസറി റിട്ടയർമെൻറ്റ് ഒരു പണിഷ്മെൻ്റ് ആയിട്ട് ഈ എംപ്ലോയിക്ക് നൽകിയത്. ഒരിക്കലും കമ്പൾസറി റിട്ടയർമെൻറ്റ് പണിഷ്മെൻ്റ് ആയിട്ട് നൽകാൻ സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെ നൽകി ഇദ്ദേഹത്തിനെ പിരിച്ചുവിട്ടത് ശരിയായില്ല എന്നും പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ചാലഞ്ച് അംഗീകരിക്കുകയും ഗവൺമെൻറ് ഈ തീരുമാനം കമ്പൾസറി റിട്ടയർമെൻറ്റ് ഉപയോഗിച്ച് അദ്ദേഹത്തെ പിരിച്ചുവിടാൻ തീരുമാനിച്ചത് പറ്റില്ല എന്ന് വിധിക്കുകയും ചെയ്തു. ആർട്ടിക്കിൾ 311 ക്ലോസ് 2 പറയുന്ന കുറച്ച് ലിമിറ്റേഷൻ നമ്മൾ നേരത്തെ കണ്ടു. അത് അവൈലബിൾ, അതായത് അത് ഒരു എംപ്ലോയിക്ക് കിട്ടാതിരിക്കുന്നതിൻ്റെ, ആ പ്രൊട്ടക്ഷൻ ലഭിക്കാതിരിക്കുന്ന കുറച്ച് അവസരങ്ങളും കൂടി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ആർട്ടിക്കിൾ 311 ക്ലോസ് 2 പറയുന്നത് ഒരു എംപ്ലോയിനെ പിരിച്ചുവിടുമ്പോൾ യഥാർത്ഥ കാരണവും എൻക്വയറിയും റീസൺസും എല്ലാം ബോധ്യപ്പെടുത്തണം എന്നാണ് ആർട്ടിക്കിൾ 311 ക്ലോസ് 2 പറയുന്നത്. എന്നാൽ ഇതിന് പ്രൊട്ടക്ഷൻ കിട്ടാതിരിക്കുന്ന 3 കണ്ടീഷൻ എന്ന് പറയുന്നത്, ഒന്ന്, ഒരു എംപ്ലോയി ക്രിമിനൽ ചാർജിലാണ് കൺവിക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതെങ്കിൽ അദ്ദേഹത്തിന് ഈ പ്രൊട്ടക്ഷൻ കിട്ടില്ല. 2, അതോറിറ്റീസ് തീരുമാനിക്കുകയാണ്, അല്ലെങ്കിൽ ഗവർണർ ആരെങ്കിലും തീരുമാനിക്കുകയാണ് ഇദ്ദേഹത്തിനെതിരായിട്ട് എൻക്വയറി നടത്താൻ പ്രാക്ടിക്കബിളി പോസിബിൾ അല്ല, റീസണബിൾ അല്ല എന്ന് തോന്നുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് എതിരായിട്ട് ആ ആർട്ടിക്കിൾ 311 ക്ലോസ് 2 പ്രൊട്ടക്ഷൻ കിട്ടില്ല. എന്നാൽ അങ്ങനെ തോന്നുവാണെങ്കിൽ അത് റിട്ടൺ ഡോക്യുമെൻ്റ് ആയിട്ട് എഴുതി വയ്ക്കണം. മൂന്നാമത്തത്, പ്രസിഡന്റോ ഗവർണറോ തോന്നുകയാണ് ഇദ്ദേഹത്തിനെതിരായിട്ട് ഇദ്ദേഹത്തിനെ പിരിച്ചുവിടണം അല്ലെങ്കിൽ എൻക്വയറി നടത്തണം എന്നുള്ളത് സ്റ്റേറ്റിൻ്റെ സെക്യൂരിറ്റിക്ക് തന്നെ കുറച്ച് പ്രശ്നമാണ് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ, സെക്യൂരിറ്റി ഓഫ് ദ സ്റ്റേറ്റ് തന്നെ അത് കുറച്ച് ഡേഞ്ചറാണ് എന്ന് തോന്നുകയാണെങ്കിൽ ആ സമയത്തും ഇദ്ദേഹത്തിന് റീസൺ ഇല്ലാതെ പറഞ്ഞുവിടാം. അപ്പോൾ ഈ ഒരു 3 കണ്ടീഷൻ പ്രകാരം മാത്രമേ ആർട്ടിക്കിൾ 311 ക്ലോസ് 2 പ്രൊട്ടക്ഷൻ ഒരു എംപ്ലോയിക്ക് കിട്ടാതെ വരികയുള്ളൂ. അല്ലാതെ ഒരു എംപ്ലോയിനെയും വെറുതെ അങ്ങ് പിടിച്ചുവിടാൻ പറ്റില്ല. പിന്നെ സസ്പെൻഷൻ എന്നുള്ള സംഭവം, ഇതെല്ലാം ഡിസ്മിസലിൻ്റെ കാര്യമാണ്. എന്നാൽ സസ്പെൻഷൻ എന്നുള്ള സംഭവം പണിഷ്മെൻ്റ് അല്ല. അതുകൊണ്ട് തന്നെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ആർട്ടിക്കിൾ 311 പ്രൊട്ടക്ഷൻ കിട്ടില്ല. അതുപോലെ ഇപ്പം പോലീസ് ഓഫീസേഴ്സ്, ഇവർക്കും 311 പ്രൊട്ടക്ഷൻ കിട്ടേണ്ടതാണ്. കാരണം അവർ സ്റ്റേറ്റ് ഗവൺമെൻറ് കീഴിൽ ജോലി ചെയ്യുന്നവരാണ്. എന്നാൽ ഡിഫൻസിൽ ജോലി ചെയ്യുന്നവർക്ക് യൂണിയൻ ഗവൺമെൻറ് കീഴിലല്ല, ഡയറക്റ്റായിട്ട് സിവിൽ പോസ്റ്റ് അല്ല. അതുകൊണ്ട് ഡിഫൻസിൽ ജോലി ചെയ്യുന്നവർക്ക് ആർട്ടിക്കിൾ 311 ബാധകമല്ല. എന്നാൽ സ്റ്റേറ്റിൻ്റെ കീഴിൽ വരുന്ന പോലീസിന് ഇത് ബാധകമാണ്. ഇതൊക്കെയാണ് ഡോക്ട്രിൻ ഓഫ് പ്ലഷറിൻ്റെ കീഴിൽ വരുന്ന പ്രിൻസിപ്പിൾസും